അപ്പൊ ഗൈസ് നമ്മളിന്ന് നോക്കുന്നത് ടാറ്റയുടെ പ്രൈമ ഒരു പ്രീമിയം സെഗ്മെന്റിൽ പെടുന്ന ടാറ്റ പ്രൈമ 3530 TK എന്ന് പറഞ്ഞുള്ള മോഡലാണ്, ഒരു ടിപ്പർ സെഗ്മെന്റ്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾ നോക്കിയാലോ. ഗൈസ്, ഇതാണ് ടാറ്റയുടെ ഏറ്റവും പുതിയ പ്രൈമ. ടോറസ് സെഗ്മെന്റിൽ വരുന്ന വെഹിക്കിളാണ്. ദിനം പ്രതി സെയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് ടാറ്റ മോട്ടോഴ്സിന്. അത്രയധികം കംഫർട്ട്നെസ്സും ലോ മെയിൻ്റെനൻസും ഓട്ടോവിന്റെ ഹൈലൈറ്റ്. 2024 ജൂലൈ മാസത്തെ ആ ഒരു സെയിൽസ് റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ ഏകദേശം 4300 യൂണിറ്റ് ആണ് പഴം പോലെ ഓൾ ഓവർ ഇന്ത്യയിൽ ഇവന് വിറ്റേക്കണായിട്ട്. അത്രയധികം ഫാൻസ് അസോസിയേഷനും ഉണ്ട് ചെക്കന്. അപ്പൊ ഇനി നമുക്കൊന്ന് അടുത്ത് കണ്ടാലോ വാഹനത്തിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഓവറോൾ ആയിട്ട് നമുക്ക് നോക്കി നോക്കാം എങ്ങനെയൊക്കെയാണ്. ഒരു വലിയൊരു ഭീമാകാരമായിട്ടുള്ള ഫേസ് ആട്ടാ. കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു ക്യൂട്ട്നെസ്സും ഒരു ചിരിച്ച ഫേസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് മുകളിൽ നിന്ന് തന്നെ നോക്കി തുടങ്ങിയാൽ മുകളിൽ ക്യാബിന്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒരു പാർക്ക് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. സെന്ററിൽ ബ്ലൈൻഡ് സ്പോട്ട് മിറർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കോ ഡ്രൈവറിന്റെ ഭാഗത്താണ് മിററുകൾ കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. മുകളിൽ ഒരു വിൻഷീൽഡ് വരുന്നുണ്ട്. ഡുവൽ വൈപ്പേഴ്സ് ആണ് വിത്ത് വാഷർ കാണാൻ സാധിക്കും. പിന്നെ ആ ഒരു ക്യൂട്ടായിട്ടുള്ള 4 തട്ട് വരുന്നിട്ടുള്ള ആ ഒരു ക്രോം ഫിനിഷോട് കൂടിയിട്ടുള്ള ഗ്രില്ല് ഫ്രണ്ടിൽ വരുന്നുണ്ട്. ഇവിടെ ഒരു വലിയ ക്രോം ആവരണം ബോർഡിന്റെ അതിന്റെ സെന്ററിൽ 3Dയുടെ ടാറ്റ ലോഗോ വരുന്നുണ്ട്. അതിന്റെ മുകളിൽ ടാറ്റ എന്നിങ്ങനെ ബാഡ്ജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ പ്രൈമ LX എന്നുള്ള ഒരു ബാഡ്ജിങ് റൈറ്റ് സൈഡിലും കാണാൻ സാധിക്കും. ടാറ്റയുടെ പ്രൈമ ഫസ്റ്റ് ടൈം ഇറങ്ങിയപ്പോൾ ഒരു യെല്ലോ കളറിലായിരുന്നു. ഇപ്പോഴാണ് ബ്ലൂ കളറിലേക്ക് അപ്ഡേറ്റ് ആയിട്ട് വന്നതാണ്. ഒരു ഹണി കോം ഗ്രില്ലും നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഫ്രണ്ട് ബോണറ്റ് ആട്ടാ, തുറക്കാനൊക്കെ പറ്റും. താഴേക്ക് വരുമ്പോൾ ഒരു സ്ട്രോങ് മെറ്റൽ ബമ്പർ ആട്ടാ. ഇടിച്ചാലൊന്നും ഒന്നും ഏൽക്കില്ല. പിന്നെ ഡുവൽ ചാമ്പറോട് കൂടിയിട്ടുള്ള ഹെഡ് ലാമ്പ് വരുന്നുണ്ട്. അതിൽ തന്നെ ഇൻഡിക്കേറ്റേഴ്സും DRL യൂണിറ്റും കാണാൻ സാധിക്കും. ഇപ്പോൾ ഇൻഡിക്കേറ്റേഴ്സ് ആണ് ആക്ട് ചെയ്യണേ. അത് ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ DRL ആയിട്ട് വരും. ഹെഡ് ലാമ്പ് യൂണിറ്റ് മൊത്തം ഒരു പ്രൊട്ടക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയുണ്ട് സാധനം. അതിഗംഭീര സംഭവമായിട്ടില്ലേ, പൊളിച്ചിട്ടില്ലേ. ഇനി സൈഡ് പ്രൊഫൈൽ കോ ഡ്രൈവറിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ മുകളിൽ താഴത്തെ ഒരു ബ്ലൈൻഡ് സ്പോട്ട് മിറർ മുകളിൽ വരുന്നുണ്ട്. പിന്നെ നോർമൽ ആയിട്ടുള്ള മിറേഴ്സ് ഒക്കെ കാണാൻ സാധിക്കും. വലിയൊരു വിൻഡോ ആണ് ഇവിടെ വരുന്നത്. വാഹനം AC ക്യാബിനാണ്. അതുകൊണ്ടാണ് നമുക്ക് ഗ്ലാസ് ഇട്ടിട്ടാണ് കൂടുതലും ഡ്രൈവേഴ്സ് ഈ വെഹിക്കിൾ ഓടിക്കുന്നത്. പിന്നെ ഇവിടെ സ്റ്റിക്കർ കാണാം. ടാറ്റ ഫ്ലീറ്റ് എഡ്ജ് എന്ന് പറഞ്ഞുള്ള ഒരു ആപ്പൊക്കെ ഇതിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വാഹനം എവിടെ നിൽക്കണേ, ടെലമാറ്റിക്സ്, അങ്ങനെ കുറെ സംവിധാനങ്ങൾ അതിൻ്റെ അകത്തുണ്ട് കേട്ടോ. ക്യാബിൻ നല്ല ഉയർന്ന നിൽക്കണോണ്ട് നമുക്ക് 2 സ്റ്റെപ്പുകൾ കയറിയിട്ട് വേണം അകത്തേക്ക് കയറാനായിട്ട്. പിന്നെ നട്ടുച്ചയ്ക്ക് ഷൂട്ട് ചെയ്യണോണ്ട് ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ ഒക്കെ ഉണ്ട് കേട്ടോ. കാണാൻ സാധിക്കുന്നുണ്ടോ എന്ന് അറിയില്ല നിങ്ങൾക്ക്. പിന്നെ ഇങ്ങനെ ഒരു റിഫ്ലക്ടറും പോയിട്ടുണ്ട്. ഇനി ഫ്രണ്ട് ടയർ നോക്കുകയാണെങ്കിൽ R20 ഇഞ്ചസിന്റെ വലിയ വീൽസ് ആണ് കൊടുത്തേക്കുന്നത്. കണ്ടോ, ഇവിടെ R20 ഇഞ്ചസ് കാണാൻ സാധിക്കും. പിന്നെ വാഹനത്തിന്റെ ഫ്രണ്ട് സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ പാരബോളിക് സസ്പെൻഷൻ ആണ്. ആ സസ്പെൻഷന്റെ യൂണിറ്റ് ഒക്കെ ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. ഇനി ഫ്രണ്ട് ആക്സിൽ നോക്കിയാലോ. ഫ്രണ്ട് ആക്സിൽ നോക്കുകയാണെങ്കിൽ ഫോർജ്ഡ് IBM റിവേഴ്സ് എലിയറ്റ് ടൈപ്പ് ആണ് ഫ്രണ്ടിലത്തെ ഒരു സസ്പെൻഷൻ. ഇവിടെ ആ ഒരു എയർ ഫിൽറ്ററും അതുപോലെ തന്നെ ഹൈവേയുടെ ജാക്കും കാണാണ്ട. ഈ ഒരു യെല്ലോ ടാങ്ക് ഹൈവേയുടെ ഒരു ബാക്കിലത്തെ ഒരു ബോക്സ് പൊക്കുന്ന ആ ഒരു ജാക്കിന്റെ ഓയിലാട്ടാ. നമുക്ക് ഈ ക്യാമറ കൂടെ എന്തോരം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. ഒരു വലിയ വാഹനം തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഡേഞ്ചർ എന്നുള്ള ഒരു സ്റ്റിക്കറൊക്കെ കാണും. ബാക്കിലത്തെ ഈ ഒരു ബോക്സ് പൊക്കുമ്പോഴുള്ള ആ ഒരു സംവിധാനങ്ങളാണ് ഇവിടെ സ്റ്റിക്കറിങ് ആയിട്ട് കാണിച്ചേക്കുന്നത്. ഇനി ഈ വാഹനത്തിന്റെ പേലോഡ് നോക്കുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ആ ഒരു 23 ടണ്ണിന്റെ അടുത്തൊക്കെ കയറൂട്ടാ. നമ്മൾ ടോട്ടൽ നോക്കുമ്പോൾ ഈ വാഹനത്തിന് 12 വീൽ വെഹിക്കിളാണ് ഇപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫ്രണ്ടിൽ നമുക്ക് സിംഗിൾ ടയേഴ്സ് ആണ് കാണാൻ സാധിക്കുക. ബാക്കിലേക്ക് വരുമ്പോൾ ഡുവൽ ടയേഴ്സ് ഔട്ടാ. ഇനി ഞാൻ ഇത്രയും നേരം പറഞ്ഞില്ലേ ക്യാബിനിലേക്ക് കയറാനുള്ള വലിപ്പം കാര്യങ്ങളും. ഏകദേശം 240 mm ആണ് ഈ വാഹനത്തിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. നോക്കി ആ ഹൈറ്റ് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി വാഹനത്തിന്റെ ഓവറോൾ വീൽ ബേസ് നോക്കുകയാണെങ്കിൽ 5250 mm ആട്ട വരണേ. ഇവിടെയാണ് വാഹനത്തിന്റെ ആ ഒരു ബാറ്ററിയുടെ കട്ട് ഓഫ് സ്വിച്ച്. നമുക്ക് വാഹനത്തിൽ ബാറ്ററി ആവശ്യമില്ലെങ്കിൽ, അതായത് അതിന്റെ യൂസേജ് ആവശ്യമില്ലെങ്കിൽ ഇങ്ങനെ ഓഫ് ചെയ്യാം. ഇനി ഓൺ ആക്കണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ മതി. കണ്ട ലൈറ്റ് എത്തിയത് കണ്ട, അങ്ങനെ ഓൺ ആക്കി ഇടാൻ പറ്റും. എക്സൈഡിന്റെ ബാറ്ററികളാണ് ഇതിൽ കൊടുത്താണ്. സ്പെയർ വീൽ ഇരിക്കുന്നുണ്ട്. അതും സേഫ്റ്റി ആയിട്ട് തന്നെയാണ് ഇവിടെ വെച്ചേക്കണം, ലോക്ക് ചെയ്ത്. ഇനി എല്ലാവർക്കും അറിയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഈ വാഹനത്തിന്റെ പ്രൈസിങ് അല്ല. 68 ലക്ഷം രൂപയാണ് ഈ വാഹനത്തിന്റെ എക്സ്ഷോറൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓൺ റോഡ് അറിയണമെങ്കിൽ ഞാൻ താഴെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ നിങ്ങൾക്ക് അറിയാനൊക്കെ സാധിക്കും. ബാക്കിലേക്ക് വരുമ്പോൾ ഡുവൽ ടയേഴ്സ് ആണ്. പാരബോളിക് സസ്പെൻഷൻ തന്നെയാണ് ബാക്കിലും കാണാൻ സാധിക്കുക. പിന്നെ ബാക്കിലത്തെ റിയർ ആക്സിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഹബ് റിഡക്ഷൻ ആണ് ബാക്കിൽ വരുന്നത്. അതുപോലെ തന്നെ ആക്സിൽ വിത്ത് ഇന്ററാക്സിൽ ആൻഡ് ഇന്റർവീൽ ഡിഫറൻഷ്യൽ ലോക്ക് ആൻഡ് വിത്ത് ABS ആണ് ബാക്കിൽ കാണാൻ സാധിക്കുക. ഇവിടെ ബാക്കിൽ നമുക്ക് ആ ടാറ്റ എന്നുള്ള ഒരു സ്റ്റിക്കറിംഗ് ഒക്കെ വരുന്നുണ്ട്. ലോക്ക് കാണാം. ഇത് ഓട്ടോമാറ്റിക് തുറക്കൂട്ടാം. പിന്നെ അത് മാത്രമല്ല ബാക്കിലത്തെ ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റ് നോക്കുകയാണെങ്കിൽ LED ടെയിൽ ലാമ്പ് സെക്ഷൻ ആണ് ഇവിടെ വരുന്നത്. റിവേഴ്സിന് എടുക്കാനുള്ള ഒരു ലൈറ്റ് വരുന്നത് ഹാലോജൻ നമ്മുടെ നോർമൽ യെല്ലോ കളർ ലൈറ്റ് ആട്ടോ. അതിനൊരു പ്രൊട്ടക്ഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വലിയൊരു ഹൗസിംഗ് യൂണിറ്റ് ഒക്കെ കാണാൻ സാധിക്കും കേട്ടോ. ആ ഒരു 240 mm ആ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് കറക്റ്റ് നമുക്ക് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലോട്ടെ എന്തോരം വലുപ്പുണ്ടെന്ന്. ആ ഒരു ബാക്കിലത്തെ ഒരു ബോഡിയും ഫ്രണ്ടിലത്തെ ആ ഒരു സെക്ഷനൊക്കെ നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കും. അതിഗംഭീരമായുള്ള ഒരു ടേണിംഗ് റേഡിയസും വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. 19700 mm ആണ് ഈ വാഹനത്തിന്റെ ഒരു ടേണിംഗ് റേഡിയസ് ഇട്ടാ. പിന്നെ നമുക്ക് ഈ ഡ്രൈവർ സൈഡിലേക്ക് വരുമ്പോൾ
ഫ്യൂൽ ടാങ്ക് കാണാൻ സാധിക്കും ഇവിടെ. ഒരു 300 ലിറ്ററിന്റെ ഫ്യൂൽ ടാങ്ക് ആണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു പോളിത്തീൻ പ്ലാസ്റ്റിക് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. പിന്നെ അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഡെഫ് ടാങ്കും കാണാൻ സാധിക്കട്ടെ, ഡീസൽ എക്സോസ്റ്റ് ഫ്ലൂയിഡ്. ഇനി ഈ വാഹനത്തിന് മൈലേജ് ക്ലെയിം ആവുന്നത് ഏകദേശം 2 മുതൽ 3.25 കിലോമീറ്റർ പെർ ലിറ്റർ ആയിട്ടാണ് മൈലേജ് ക്ലെയിം ചെയ്യുന്നത്. ആ ഒരു ബാക്കിലത്തെ ജാക്കൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ എങ്ങനെയാണ് ലിഫ്റ്റ് ചെയ്യണമെന്നൊക്കെ കാണിച്ചു തരാം. അകത്ത് കയറിയിട്ട് സൈലൻസർ യൂണിറ്റ് പൊക്കിയിട്ടാണ് വെച്ചാണ്. അത്യാവശ്യം ചെക്കനും കൊണ്ട് വെള്ളത്തിൽ കൂടെ പോയാലൊന്നും വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഏൽക്കില്ല കേട്ടോ. കണ്ട ജാക്ക് പൊക്കി വെച്ചേക്കാണ്. ഞാൻ ഇനി വാഹനത്തിന്റെ അകത്ത് കയറാൻ പോകണം. എങ്ങനെയാ കാര്യങ്ങൾ കാണിച്ചാൽ ഇവിടെ സ്റ്റെപ്പ് ഉണ്ട്. ഈ സ്റ്റെപ്പ് ഇങ്ങനെ ചവിട്ടി 3 സ്റ്റെപ്പോളം ചവിട്ടിയിട്ട് വേണം കയറാനായിട്ട്. രാത്രിയൊക്കെ വാഹനം തുറക്കുമ്പോൾ താഴേക്ക് ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഡോറും ഇങ്ങനെ പിടിച്ച് ഇവിടെ ഒരു ഹാൻഡിൽ ഉണ്ടാവും, പിടിച്ചിട്ട് വേണം കയറിയിരിക്കാനായിട്ട്. സീറ്റൊക്കെ നമുക്ക് എയർ സീറ്റാണ് കൊടുത്തേക്കുന്നത്. ഈ വാഹനം ഓടിച്ചുള്ള ചേട്ടന്മാരുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്തോളട്ടെ ഇതിന്റെ പോസിറ്റീവ് ഗുണങ്ങളും നെഗറ്റീവ് ഗുണങ്ങളും. ഇനി വാഹനത്തിന്റെ ഇത്രയും വലിയ വാഹനത്തിന്റെ ഒരു ചാവി കാണിച്ചാൽ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ചെറിയ ചാവിയാണ് കൊടുത്തത്. അതും നമ്മുടെ ടാറ്റയുടെ ലോഗോ ഇങ്ങനെ എംബോസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ക്ലസ്റ്റർ നോക്കിയാലോ നമുക്ക്. എന്റെ മോനെ ക്ലസ്റ്റർ നോക്കി പൊളിച്ചിട്ടില്ലേ. അതിൽ നമുക്ക് RPM മീറ്റർ കാണാം, സ്പീഡോമീറ്റർ കാണാം, ഫ്യൂൽ ഗേജ് കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഹീറ്റിന്റെ ഇതും കാണിക്കുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ സെന്റർ ഭാഗത്ത് ഡിജിറ്റൽ ഒരു ക്ലസ്റ്റർ വരുന്നുണ്ട്. അതിൽ നമുക്ക് എയർ എന്തോരം ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. വാഹനത്തിന്റെ എഞ്ചിൻ എത്ര ഹവേഴ്സ് ഓടിയെന്ന് നമുക്ക് കാണിക്കും. അതുപോലെ ഡെഫ് ടാങ്കിൽ എന്തോരം ഡെഫ്, അതായത് ഡീസൽ എക്സോസ്റ്റ് ഫ്ലൂയിഡ് എന്തോരം ഉണ്ടെന്ന് കാണിക്കും. പിന്നെ നോർമൽ ആയിട്ടുള്ള നമ്മുടെ ട്രിപ്പ് ബി ഒക്കെ അതിൽ കാണിക്കും. പിന്നെ ഒരു സംഭവം ഫ്രണ്ടിൽ കാണിക്കുന്നുണ്ട്. അതിൽ ഹെവി എന്ന് പറഞ്ഞുള്ള ഒരു ഡ്രൈവ് മോഡ്, 3 ഡ്രൈവ് മോഡുകളും നമുക്ക് വാഹനം ഓടിക്കാൻ പറ്റും. സ്റ്റിയറിങ്ങിനെ നോക്കുകയാണെങ്കിൽ എക്സ്ട്രാ ബട്ടൺസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ അത്യാവശ്യം നല്ലൊരു പ്രീമിയം പ്ലാസ്റ്റിക് വെച്ചിട്ട് തന്നെയാണ് ഈ വാഹനത്തിന്റെ ഇന്റീരിയറും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പ്രൈമ എന്നുള്ള ഒരു ലോഗോ ഒക്കെ സെന്ററിൽ ബാഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു സെക്ഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ബാക്കിലത്തെ ആ ഒരു ബോക്സ് പൊക്കാള ഒരു ജാക്കും കാര്യങ്ങളും ഇവിടെ ഹൈവേഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റിയറിന്റെ താഴെ പ്രൈമാന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. അതിൽ നമുക്കൊന്ന് ഓണാക്കി വെക്കാലോ. സ്റ്റിയറിങ്ങിനെ കുറിച്ച് നോക്കുമ്പോൾ നമുക്ക് ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക് അഡ്ജസ്റ്റബിൾ ആണ്. അതുപോലെ തന്നെ ഡ്രൈവറിന്റെ ഇഷ്ടാനുസരണം നമുക്ക് എങ്ങനെ വേണമെങ്കിലും സീറ്റ് ആയാലും കംഫർട്ടബിൾ ആയിട്ട് മാറ്റാനൊക്കെ പറ്റും. ഇനി ഏറ്റവും അറിയപ്പെടേണ്ട കാര്യം ഈ വാഹനത്തിന്റെ ഹൃദയഭാഗമായിട്ട് എഞ്ചിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് 6700 cc ആണ് ഈ വാഹനത്തിന്റെ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പവർ നോക്കുകയാണെങ്കിൽ 300 HP പവറും, അതുപോലെ ടോർക്ക് നോക്കുകയാണെങ്കിൽ 1100 ന്യൂട്ടൺ മീറ്റർ ടോർക്ക്. റൈറ്റ് സൈഡിലത്തെ പെഡൽ നോക്കുകയാണെങ്കിൽ നോർമൽ ഹെഡ് ലൈറ്റും ഇൻഡിക്കേറ്ററും. ലെഫ്റ്റ് സൈഡിൽ പുതിയൊരാൾ വന്നിട്ടുണ്ട്, നമ്മുടെ ക്രൂസ് കൺട്രോൾ കാണാൻ സാധിക്കും ഇവിടെ. കണ്ട അതിന്റെ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെയാണ് ഈ വാഹനത്തിൽ കൊടുത്താണ്. നമ്മൾ ഈ വാഹനത്തിൽ ഒരു കോഡ് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ഡോറുമേ 35-30 TK എന്ന് പറയുന്നത്. അതിൽ 35 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിന്റെ ഗ്രോസ് വെയിറ്റ് എന്ന് പറയുന്നത് 35,000 കിലോഗ്രാം ആണ് വരുന്നത്. ഇതാണ് കേട്ടോ വാഹനത്തിന്റെ ആ ഒരു ഹാൻഡ് ബ്രേക്ക്. പിന്നെ 300 HP പവറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് 35-30 എന്നുള്ള ഒരു ബാഡ്ജിങ് അവിടെ കൊടുത്താണ്. പിന്നെ 9+1 ആണ് അതിന്റെ ഗിയറിന്റെ ആ ഒരു സംവിധാനങ്ങൾ. 9 ഫോർവേഡും 1 റിവേഴ്സും. സിമ്പിളായിട്ട് നമുക്ക് മൂവിങ് ഒക്കെ കാര്യങ്ങളൊക്കെ നടത്താം. വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇനി ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരുന്ന കാര്യം നമ്മുടെ ബാക്കിലത്തെ ആ ഒരു ജാക്ക് പൊക്കാനുള്ള സംവിധാനം കേട്ടോ. അതിന് മുമ്പായിട്ട് നമുക്കൊന്ന് വാഹനം ഓണാക്കി കാണിച്ചു തരാം. അയ്യോ പൊളിച്ചിട്ടില്ലേ സംവിധാനം. ഇനി ആ ജാക്ക് എങ്ങനെയാണ് ബാക്കിലത്തെ പൊന്തിക്കാന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. സംവിധാനത്തിന് മുമ്പായിട്ട് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കുറച്ച് സ്വിച്ചുകളുണ്ട്, നിങ്ങൾ നേരത്തെ കണ്ടായിരിക്കും. ആ സ്വിച്ച് ഫസ്റ്റ് അമർത്തണം. അത് സേഫ്റ്റിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സ്വിച്ച് അമർത്തുന്ന സംവിധാനം വന്നേക്കുന്നത് കേട്ടോ. ഈ ഒരു സ്വിച്ച് അമർത്തിയിട്ട് വേണം ക്ലച്ച് പിടിച്ചിട്ട് നമ്മുടെ ബാക്കിൽ. അതിന് മുമ്പായിട്ട് ഹാൻഡ് ബ്രേക്ക് എനേബിൾ ചെയ്യാൻ പാടില്ല, ലോക്ക് ചെയ്ത് തന്നെ വെക്കണം. കണ്ട ഈ ഒരു റെഡ് സ്വിച്ച് മുകളിലേക്ക് ആക്കിയിട്ട് വേണം ഈ ജാക്ക് നമുക്ക് മുകളിലേക്ക് ആക്കി കഴിഞ്ഞാൽ പൊന്തിക്കും. കണ്ട ടിപ്പ് റെഡ് കളറിൽ പൊന്തും. താഴേക്ക് ആക്കി കഴിഞ്ഞാൽ താത്താൻ പറ്റും. ഇങ്ങനെ ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചിരാം. കണ്ട ജാക്ക് പൊന്തണ നോക്കി ഇങ്ങനെ മെല്ലെ. ഇത്രയും വലിയ ലോഡും വെച്ചിട്ടായതുകൊണ്ടാണ് ഇത് സിമ്പിളായിട്ട് ഇങ്ങനെ മെല്ലെ പൊന്തണം. അങ്ങനെ ഫാസ്റ്റിലൊന്നും പൊന്തില്ലടാ, സിമ്പിളായിട്ട് പൊന്തിയാലും മതി. അത് തന്നെയാണ് വാഹനത്തിന്റെ സേഫ്റ്റിയും കൂടുന്നത്. ഞാൻ ഈ ബാക്ക് സൈഡിലത്തെ ഒരു വ്യൂ കാണിച്ചുതരാം. ഡോറ് തുറന്നിട്ട് നിങ്ങൾക്ക് പൊന്തിക്കണ കാണിച്ചുതരാം. എങ്ങനെയുണ്ട് സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ പൊന്തണം. എൻ്റെ ആ ഒരു ലെവൽ കാണിച്ചുതരാം. ഇനി ഞാൻ പൊന്തിക്കാൻ പോവാണ്, നോക്കിക്കോ. എൻ്റെ ഓനെ ലോ സ്പീഡിലായാലും സംഭവം ഇങ്ങനെ പൊന്തി വരുന്നുണ്ട് കേട്ടാ. ഇനി ജാക്കുമ്മ മാത്രമല്ല ഫുൾ ലോഡ് ഇരിക്കുന്നത്. എൻ്റെ താഴെ ഒരു സപ്പോർട്ടും കൂടെ എക്സ്ട്രാ വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. വേറൊരു കാര്യം ഹൈലൈറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ 53% ഈ വാഹനത്തിന് ഗ്രേഡബിലിറ്റി ഉണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ പൊക്കിക്കൊണ്ടിരിക്കുകയാണ്, ജാക്ക് ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. താത്താൻ വളരെ സിമ്പിളാണ് കേട്ടോ. ഇങ്ങനെ ജസ്റ്റ് താഴേക്ക് സ്ക്രോൾ ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ താഴും. ഞാൻ ഈ പുറത്തേക്ക് ഇറങ്ങിയുള്ള ഒരു വിഷ്വൽസ് നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ എങ്ങനെയാണ്. കണ്ട ഇതിപ്പോൾ ഏകദേശം നമ്മൾ ഇത്രത്തോളം ഉയർത്തി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞല്ലോ ജാക്കിൽ മാത്രമല്ല ഇതിൻ്റെ ഫുള്ള് ലോഡ് ഇരിക്കുന്നത്. അതിൻ്റെ ഇടയിലായിട്ടൊരു സംവിധാനം വേറെയും കൊടുത്തിട്ടുണ്ട് കമ്പനി. ഇപ്പം ഇത്രത്തോളം നമ്മൾ ഉയർത്തിയിട്ടുണ്ട്. ഇനി ഞാൻ അതിൻ്റെ സെൻറ്റർ ഭാഗം കാണിച്ചുതരാം. കേട്ടോ ഈ ഒരു സംവിധാനത്തിലും എക്സ്ട്രാ ലോഡും കാര്യങ്ങളൊക്കെ വഹിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇവനെയും കൊണ്ട് നമുക്ക് മാക്സിമം ഒരു 71 km/h വരെ പടച്ച് പോകാൻ പറ്റും. പിന്നെ പടച്ച് പോകാൻ പറ്റിയുള്ള ഒരു വെഹിക്കിൾ അല്ല, നിങ്ങൾക്ക് അറിയാലോ. ടോറസിൻ്റെ ആ ഒരു സംവിധാനം
ഗുണങ്ങളും എന്താണ് പർപ്പസ് എന്നും അറിയണവർക്ക് ഒരിക്കലും ഈ വാഹനം കൊണ്ട് പടച്ച പോലാട്ടാ. ഇവിടെ നമുക്ക് റിയർ സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ ഹെവി ഡ്യൂട്ടി 37T ബോഗി സസ്പെൻഷനാണ് ബാക്കിലും കൊടുത്തേക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് വീഡിയോയും കാര്യങ്ങളും? പൊളിച്ചിട്ടില്ലേ? ഏത് ഭാഗമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂട്ടാ. ഇനി നമുക്ക് അകത്ത് കയറിയിട്ട് ഇവിടുത്തെ കുറച്ച് സ്വിച്ചുകൾ എന്തൊക്കെയാണെന്ന് പരിചയപ്പെടുത്തി തരാം. ഫസ്റ്റത്തെ സ്വിച്ച് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞില്ല, ബാക്കിലത്തെ ആ ഒരു സെറ്റപ്പ് പൊന്തിക്കാനുള്ള ഒരു സംവിധാനം തന്നെയാണ്. 4 ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. ABS ഓൺ ആക്കിയിടാം, ഓഫ് ആക്കിയിടാം. പിന്നെ 3 ഡ്രൈവ് മോഡുകൾ അവൈലബിൾ ആണ്. ലൈറ്റ്, മീഡിയം, ഹെവി എന്ന് പറഞ്ഞുള്ളത്. അത് ഓരോ കയറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഡ്രൈവർക്ക് അറിയാം. ലോഡും വെച്ച് കയറാണ്ട് വരുമ്പോൾ നമുക്ക് ഓൾറെഡി ടോർക്ക് കൂട്ടാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളാണ്. പിന്നെ കുറേ എക്സ്ട്രാ സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ. എൻജിൻ ലോക്ക് സംവിധാനങ്ങളൊക്കെ ഇവിടെ കാണാൻ നമുക്ക് സാധിക്കും. പിന്നെ മ്യൂസിക് സിസ്റ്റം ഇൻബിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വാഹനത്തിന് വേണ്ട ആ ഒരു ക്വാളിറ്റി ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. AC ക്യാബിനാണ്, അതിനനുസരിച്ചുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളും കാര്യങ്ങളും, ഫാൻ സ്പീഡ്, കൂള് അതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 4-5 വെൻറ്റുകൾ ഇങ്ങനെ അറ്റം വരെ കാണാൻ സാധിക്കും. പിന്നെ പ്രൈമ എന്നുള്ളൊരു ബാഡ്ജിങ് വരുന്നുണ്ട്. അത്യാവശ്യം വലിയൊരു 360 വ്യൂ ഒക്കെ നമുക്ക് ഈ ക്യാബിൻ്റെ അകത്തിരുന്ന് കിട്ടുന്നുണ്ട്. മുകളിൽ കുറച്ച് ഹിഡൻ സ്പേസുകൾ വരുന്നുണ്ട്. പിന്നെ ഡ്രൈവർ +2 ആട്ടോ എൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഫയർ എക്സ്റ്റിങ്ഷർ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെയും കുറച്ച് സ്വിച്ചുകളാണ്. അതൊക്കെ നമ്മുടെ ഹൈവേയുടെ ബാക്കിലത്തെ ജാക്ക് പൊക്കാനുള്ള സംവിധാനത്തിനും പിന്നെ ക്യാബിൻ ലൈറ്റിൻ്റെ സംവിധാനത്തിൻ്റെ സ്വിച്ചുകളാണ് അവിടെ കൊടുത്തേക്കുന്നത്. പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വാഹനത്തിൻ്റെ ആ ഒരു റൈഡിങ്, അതായത് ഡ്രൈവിങ് ആ ഒരു കംഫർട്ടാട്ടോ. പൊളി എന്ന് പറഞ്ഞാൽ പൊളി എക്സ്പീരിയൻസ് തന്നെയാണ്. ഇനി ബാക്കിലത്തെ ആ ഒരു ബോക്സ് നമുക്ക് താഴത്തേക്ക് ആക്കാനുള്ള സംവിധാനം കാണിച്ചു തരാം. ജസ്റ്റ് ഇങ്ങനെ ബാക്കിലേക്ക് ആക്കി പിടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ താഴേക്കാവുണ്ട്. അത് അത്യാവശ്യം സ്പീഡിൽ വരുന്നുണ്ട്, കുഴപ്പമില്ലാത്ത രീതിക്ക്. എങ്ങനെയുണ്ട്? പൊളിച്ചില്ല. ഇപ്പം ഇതൊക്കെ അറിയാത്തവർ ആരൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്തോളട്ടെ. ഇതിങ്ങനെ ബാക്കിലത്തെ സംവിധാനം ലിഫ്റ്റ് ചെയ്യുന്നത് താഴ്ത്തുന്നതും അറിയാത്ത ആൾക്കാർ. അപ്പം ഇതൊക്കെയാണ് വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ. ഇനി ക്യാബിൻ്റെ അകത്തൊരു ലൈറ്റ് ഉണ്ട് കേട്ടോ. ആ ഒരു സ്വിച്ച് ഇവിടെ കാണിച്ചു തരാം. ജസ്റ്റ് ഇടുമ്പോൾ ഇങ്ങനെ ഓണാവും. അതിൻ്റെ സ്വിച്ചിങ്ങുകളും കാര്യങ്ങളൊക്കെ ഇതിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹെഡ് ലൈറ്റിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ സംവിധാനങ്ങളും ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ ഡോറൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് കൊടുത്തതാണ്. എല്ലാ ഭാഗത്തും നല്ല സേഫ്റ്റി ആയിട്ട് തന്നെയാണ് ഈ വാഹനം ഉണ്ടാക്കിയിരിക്കുന്നത്. വെയിലടിക്കാണ്ടിരിക്കാനുള്ള ഒരു ഷീൽഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗിയറിൻ്റെ ആ ഒരു ഷിഫ്റ്റിംഗ് എങ്ങനെയാണെന്നുള്ളതിൻ്റെ സംവിധാനത്തിൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വൈപ്പർ ഞാനൊന്ന് ഓണാക്കി കാണിച്ചിട്ടാ. അത് വൈപ്പർ വിത്ത് വാഷറാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിൽ അത് വൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ പ്രൈമ എന്നുള്ള ഒരു ബോക്സ് തുറക്കുമ്പോൾ ഒരു ഗ്ലോ ബോക്സ് ആണ്. അതിൻ്റെ അകത്ത് നമുക്ക് വേണ്ടപ്പെട്ട പേപ്പറുകളും കാര്യങ്ങളൊക്കെ വെക്കാനൊക്കെ ഉള്ള സംവിധാനങ്ങൾ അതിൻ്റെ അകത്തും കൊടുത്തിട്ടുണ്ട്. വേറൊരു എക്സ്ട്രാ ഗ്ലോ ബോക്സ് ലെഫ്റ്റ് സൈഡിലുണ്ട് കേട്ടോ. സീറ്റിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഇത് എയറാണ്. നമ്മൾ കയറിയിരിക്കുന്നതിനനുസരിച്ച് നല്ലൊരു സുഖത്തിലെ ഒരു സെറ്റപ്പ് ആവുന്നുണ്ട്. പിന്നെ കുഴികളിലും കാര്യങ്ങളൊക്കെ വീഴുമ്പോഴാണ് ഒന്നും കൂടി കംഫർട്ട് ആവുക. അപ്പോൾ ഇങ്ങനെയുണ്ട് കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണേ. എങ്ങനെയുണ്ട്? പൊളിച്ചിട്ടില്ലേ?